ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പോലെ തന്നെ ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബറിന് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മീൻസ് നമ്മുടെ ഗിവേയിൽ വിന്നറായത് ഈ ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബ്രോ പറഞ്ഞു, ബ്രോ ഞാൻ ഒരു ഡ്രോപ്പ് പോലും എടുത്തിട്ടില്ല, എനിക്ക് തരുമെന്നൊക്കെയാണ് ആ പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനെയാണ് ഈ ഗിവേയിൽ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഗിവേയിൽ റൂൾസ് കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പുള്ളിക്കാരൻ ലേക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാകും, 23 ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളാണ് ഞാൻ ഗെയിം കയറിയിട്ട് ആ ഒരു പുള്ളിക്കാരൻ ഇൻവൈറ്റ് ചെയ്യുക ചെയ്ത് കേസ്. പിന്നെ ആ ഒരു പുള്ളിക്കാരൻ പറയുകയാണ്, ആ ഒരു പുള്ളിക്കാരൻ ഇൻവൈറ്റ് ചെയ്ത് കേസ് ആ ഒരു പുള്ളിക്കാരൻ മൈക്കും കാര്യങ്ങളും ഓണാക്കാൻ പറ്റുന്നത് ഇനി എനിക്ക് ഓണാക്കാൻ പറ്റായിട്ടാണോ എന്ന് അറിയില്ല. പിന്നെ അവസാനം കേസ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കാര്യങ്ങളൊക്കെ ആ ഒരു പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളാണ് ഈ ഒരു പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നത്, നമ്മൾ ഐ ഡിയും കാര്യങ്ങളൊക്കെ ആ പുള്ളിക്കാരന് കൊടുത്തു. മൈക്ക് ഓൺ ആവണില്ല, അതാണ് ബ്രോ പ്രശ്നം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻസ്റ്റയിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഒന്ന് നോക്കിയാൽ ഇൻസ്റ്റയിൽ നമ്മളൊരു പുള്ളിക്കാരൻ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ നിൽക്കുമ്പോഴേക്കും ആ ഒരു പുള്ളിക്കാരാണ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. പിന്നെ നോക്കണേ ആ ഒരു പുള്ളിക്കാരൻ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച് ഞങ്ങളാണ് കുറച്ച് നേരം സംസാരിച്ച്. പിന്നെ നോക്കിയില്ല കേസ് ആ ഒരു പുള്ളിക്കാരൻ എന്താ ഗിഫ്റ്റ്. അങ്ങനെ ഞാനാണ് ഈ ഒരു പുള്ളിക്കാരൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു, മീൻസ് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കിയില്ല ആ പുള്ളിക്കാരനത്തെയും ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു വേറെ എന്തെങ്കിലും കേസ് നമ്മൾ റൊണാൾഡോൻ്റെ ഇമോട്ട് കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു. സൂവിൻ്റെ ഇമോട്ട് തരും ബ്രോ എന്നാണ്, ബ്രോ സൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയില്ല കേസ് ഞാൻ ഓക്കെ എന്നൊക്കെ അയച്ച്. പിന്നെ ഒന്നും നോക്കിയില്ല കേസ് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞാൽ നേരെ ഗെയിം കയറി ഒന്ന് നോക്കി നമ്മുടെ ഇവിടെ വിന്നർക്ക് നേരെ ഇൻവൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴും കേസ് മൈക്കിന് ഒടുക്കത്തെ ബഗ്, കുറേ മൈക്ക് ഓണാക്കാൻ നോക്കി, അപ്പോഴും പറ്റുന്നൊന്നുമില്ല. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. അപ്പോൾ നമ്മൾ നേരെ സ്റ്റോറി കയറിയിട്ട് കേസ് നേരെ നമ്മൾ സബ്സ്ക്രൈബറിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സൂവിൻ്റെ ഇമോട്ടും കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ കുട്ടികൾക്ക് സംശയം ഇത് കിട്ടാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അവരൊന്നും കൊണ്ട് പേടിക്കണം. നമ്മൾ ഒരു 10K അയക്കാൻ ഒരു വലിയ ഗിവ് നടത്താൻ പോകുന്നത്. മീൻസ് 2 പേർക്ക് നമ്മൾ ഗിവ് കൊടുക്കുന്നതായിരിക്കും. അത് 300 ഡയമണ്ട് വെച്ചിട്ടാണ് കാരണം 2 പേർക്ക് ഗിവ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ ആരും ഭയക്കേണ്ട. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സബ്സ്ക്രൈബറുടെ ഐ ഡി കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കണേ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ RS കണ്ണൻ എന്ന് പറയുന്ന ബ്രോക്കാണ് നമ്മൾ ഗിവ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കണേ പുള്ളിക്കാരൻ്റെ ഐ ഡിയും കാര്യങ്ങളും നമ്മൾ പേസ്റ്റ് ചെയ്ത് ഓൾറെഡി നമ്മൾ ടിക്കറ്റാണ്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. പിന്നെ നേരെ നമ്മൾ ആ പുള്ളിക്കാരന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുന്നേയായിട്ട് നിങ്ങളിപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ഗിഫ്റ്റ് ബോക്സ് എടുത്തു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ലൗച്ചിനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് നമ്മുടെ സബ്സ്ക്രൈബർ മീൻസ് നമ്മുടെ ഗിവയുടെ വിന്നർക്ക് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ എത്തിക്കണോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ നേരെ ലോബി ചെന്ന സമയത്ത് തന്നെ ആ പുള്ളിക്കാരനാണ് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നത്, യേശുവിൻ്റെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്കും നല്ല രീതിക്ക് ഹാപ്പി ആയി, പിന്നെ അവനും നല്ല രീതിക്ക് ഹാപ്പി ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറാണ് യേശുവിൻ്റെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ യേശുവിൻ്റെ ഇമോട്ടോ നിങ്ങൾക്ക് 300 ഡയമണ്ട് എന്താണ് വേണ്ടത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. മീൻസ് നമ്മൾ അടുത്ത ഗിവ് വരുന്നതായിരിക്കും. 10K അടിച്ചാൽ പെട്ടെന്ന് 10K അടിക്കട്ടെ. എല്ലാവരും മാക്സിമം സബ് ചെയ്യാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് 10K അടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.